തൃശ്ശൂരിലെ ജനകീയ തിയേറ്റർ, മാർജിൻ ഫ്രീ തിയേറ്റർ ഗിരിജ തിയേറ്റർ. നിങ്ങൾ സിനിമ കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ഏത് പുതിയ സിനിമയും ക്വാളിറ്റിയോട് കൂടി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന തിയേറ്ററാണ് തൃശ്ശൂർ ഗിരിജ. രാഗം തിയേറ്ററിൽ നിങ്ങൾ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 150 രൂപ കൊടുക്കണം. അതിൻ്റെ മേളിലാണ്. പിന്നെ ബാൽക്കണിയിലൊക്കെ വേറെ പൈസ കൊടുക്കണം. ജോസ് തിയേറ്ററിലാണ് പോകണമെന്ന് വെച്ചാൽ 150 രൂപ കൊടുക്കണം. രാമദാസിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 110 രൂപ മുതൽ 135 രൂപ കൊണ്ട് തുടങ്ങും. കൈരളിയിലാണെന്ന് വെച്ചാൽ 135 രൂപ. അപ്പോൾ ഇത്രയും ഭീമമായ ടിക്കറ്റ് ചാർജ് കൊടുത്ത് നമ്മൾ ഈ അവിടെ ഇവിടെയൊക്കെ പോയി സിനിമ കാണണം. രാഗത്തിൻ്റെ പേരും പെരുമയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പൈസ കുറച്ച് കാണണം. ഒരു 3 ആൾ കൂടി സിനിമയ്ക്ക് വന്നാൽ 150 രൂപ നിങ്ങൾക്ക് ലാഭം. ഇൻ്റർവെൽ സമയത്ത് ചായ കുടിക്കാം, സ്നാക്സ് കഴിക്കാം. അതുപോലെ തന്നെ ഒരു ഫാമിലി വരായാലും എത്ര ലാഭം. രാഗത്തിലൊരു സിനിമയ്ക്ക് പോയാൽ ഒത്തിരി തിരക്കുള്ള പടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാറിലായാലും ബൈക്കിലായാലും പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് പോരണമെങ്കിൽ 1 മണിക്കൂർ കഴിയേണ്ടി വരും. അത്ര അധികം ബ്ലോക്കാണ്. അതുപോലെ തന്നെ രാമദാസിലും ജോസിൽ പിന്നെ പറയേ വേണ്ട. ആകെ 10 കാറിന് വിടാം, 10 ബൈക്കും വയ്ക്കാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോഴേക്കും അത് വലിയൊരു ടാസ്ക്കാണ്. ഗിരിജ തിയേറ്ററിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശാലമായ കാർ പാർക്കിംഗ്. എത്ര തിരക്കുള്ള സിനിമ വന്നാലും മിനിറ്റ് നേരം കൊണ്ട് എല്ലാവർക്കും അവിടുന്ന് തിയേറ്ററിൽ നിന്ന് പോരാം. 2 വഴികളുണ്ട്. ആ 2 വഴികൾ കൂടിയും കൂടുതൽ നമുക്ക് സമയം ലാഭിക്കാം. ഇങ്ങനെ ഒരുപാട് ലാഭങ്ങളുണ്ട് ഗിരിജ തിയേറ്ററിൽ പോയാൽ. പിന്നെ ഗിരിജ തിയേറ്ററിൻ്റെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ്? ഗിരിജ തിയേറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ ഏത് തരക്കാർക്ക് ഇവിടെ വന്ന് സിനിമ കാണാനുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ്. കാരണം അത്രയും ഞങ്ങൾ സേഫായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. കംഫർട്ടായിട്ടിരുന്ന് സിനിമ കാണാം. ഇവിടെ ആദ്യം തന്നെ വരുമ്പോൾ കാറിൽ വരുന്നവർക്ക് കാർ പാർക്കിങ്, വിപുലമായൊരു കാർ പാർക്കിങ് തൃശ്ശൂരുണ്ടോയെന്ന് അറിയില്ല. അത്രയും കാർ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ. പിന്നെ ബൈക്ക് പാർക്കിങ്, എത്ര ബൈക്കും ഏത് തിരക്കിലും വയ്ക്കാവുന്നൊരു കണ്ടീഷനാണ് ഇവിടെ. പിന്നെ സ്റ്റാഫുകളൊക്കെ വളരെ ഡീസൻ്റായിട്ട് എല്ലാവരോടും പെരുമാറുന്ന സ്റ്റാഫുകളാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ തിയേറ്ററിനുള്ളിൽ വരുമ്പോൾ കാണാം അതിൻ്റെ അനുഭവങ്ങൾ. പിന്നെ ക്യാൻറ്റീനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ നല്ല പ്രൊഡക്ഷൻ ഇവിടെ ചെയ്യുന്നുണ്ട്. നല്ല നല്ല ഐറ്റംസ് മാത്രം വയ്ക്കുള്ളൂ. പ്രൊട്ടക്ഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ ശ്രദ്ധയുണ്ടാവും. ഫാമിലീസിനൊന്നും ഒരു നിലയ്ക്കും ഒരു പ്രശ്നം വരാത്ത രീതിയിൽ ഞങ്ങൾ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അവർ സിനിമ കണ്ട് സന്തോഷമായി മടങ്ങി പോകും. രാഗം അതുപോലെ തന്നെ രാമദാസ് ഇവിടെയൊക്കെ കളിക്കുന്ന പടങ്ങളൊക്കെ അപ്പോൾ അവിടേക്ക് കിട്ടുമോ? ഏകദേശമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും തൃശ്ശൂർ ടൗണിൽ വന്ന് പടം കാണണേലും ഭേദം ആ പടം തന്നെ നമുക്ക് ഇവിടെ വന്ന് കാണണം ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 രൂപയും ഒരു ടിക്കറ്റുമ്പോൾ ലാഭം. അപ്പോൾ 2 ആൾ സിനിമയ്ക്ക് വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 100 രൂപ അവർക്ക് ലാഭമായി. 2 ചായയും കൊടുക്കുകയും ചെയ്യാം. അതൊരു വലിയ ഭാഗ്യമല്ല. പിന്നെ പോരാത്തതിന് അവിടത്തേക്കാളും ക്വാളിറ്റിയിൽ എനിക്ക് തോന്നി അവിടുത്തെ സിനിമ. അതുപോലെ തന്നെ സീറ്റ് അറേഞ്ച്മെൻറ്റും. അപ്പോൾ അതൊക്കെ ഒരു വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂരുള്ള ആൾക്കാർ സിനിമ കാണാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ഈ തൃശ്ശൂർ ഗിരിജ ജനകീയ തിയേറ്ററാണ്. ഇപ്പോൾ ഇവിടെ മാർജിൻ ഫ്രീ തിയേറ്ററാണത്. അത് ജനങ്ങളെ അറിയിക്കണം നമ്മളത്. അതല്ലേ വേണ്ടത്. ഈ രാഗത്തിൻ്റെ പേര് മാത്രമല്ല, വേറെ ചുക്കും ചുണ്ണാമ്പും അവിടെ. സന്തോഷം. എല്ലാവരും വരിക, ഇവിടെ വന്ന് സിനിമ കാണാൻ സന്തോഷിക്കുക. ഏത് തിയേറ്ററുകാരും നിലനിർത്തണമെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഗവൺമെൻറ് വിചാരിക്കണം. ഗവൺമെൻറ് കറണ്ടിൻ്റെ താരിഫിൽ മാറ്റം വരുത്തണം. അതുപോലെ തന്നെ ഭീമമായുള്ള ടാക്സുകൾ കുറയ്ക്കണം. എന്നാൽ മാത്രമേ ഈ തിയേറ്ററുകാർക്ക് ഇനി നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ ഓരോന്ന് പൂട്ടിപ്പോവും. കിട്ടുന്ന പൈസയിൽ 3/4 പകുതിയും കൊണ്ടുപോണത് ഈ ടാക്സും കോർപ്പറേഷനാണ് ഈ കൊണ്ടുപോകുന്നത്. അന്ന് അവർ തിയേറ്ററിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കോർപ്പറേഷൻ ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ കാട്ടിലെ തടി തേവരുടെ ആന വലിയുടെ വലിയ എന്ന് പറഞ്ഞിട്ട് കോർപ്പറേഷനും അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയും അതുപോലെ ഗവൺമെൻറ്റും നിന്നാൽ ഈ തിയേറ്ററുകളൊക്കെ ഓർമ്മകളായിട്ട് മാറും എന്നുള്ളതിൽ 100% ശരിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ തിയേറ്ററിലും എല്ലാ വീടുകളിലും ഹോം തിയേറ്ററും വൈഫൈയും OTTയിൽ വരുന്ന സിനിമകളും ഇപ്പോൾ തിയേറ്ററിൽ വന്ന സിനിമകളൊക്കെ വളരെ പെട്ടെന്ന് OTTയിൽ വരും. അപ്പോൾ വീട്ടിലിരുന്ന് തെക്കും തിരക്കും കൂടാണ്ടിരുന്ന് സിനിമ കാണാമല്ലോ. അങ്ങനെ ഒരു സൗകര്യം കൂടിയുണ്ട്. തിയേറ്ററിൽ വന്ന് കാണണമെന്നുള്ള നിർബന്ധമുള്ള ആൾക്കാർ വളരെ കുറവായിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇങ്ങനെ ഭീമമായുള്ള തിയേറ്ററുകാർ പൈസ കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു 100 രൂപയ്ക്ക് സിനിമ കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഭം. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഒരു ട്രെയിൻ വരാൻ ഒരു 3-4 മണിക്കൂർ വൈകുന്ന വെച്ചാൽ നമ്മളവിടെ ഒരു AC ഒരു കമ്പാർട്ട്മെൻറ്റ് പോലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന ഒരു മണിക്കൂറിന് 30 രൂപയാണ്. ഇപ്പോൾ ഇവിടെ 100 രൂപ അടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 3 മണിക്കൂർ ഇരിക്കുന്ന സമയത്തിൻ്റെ പൈസയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് സിനിമയും കാണാം. AC സുഖമായിട്ട് ഇരിക്കാം. നല്ല സീറ്റ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ജനകീയ തിയേറ്ററെ ജനങ്ങൾ കൈവിടിയരുതെന്ന് പറയണത്. അതുപോലെ തന്നെ മാർജിൻ ഫ്രീ. ഇങ്ങനെ ഒരു 100 രൂപയ്ക്ക് ഇപ്പോൾ കേരളത്തിൽ ഇത്രയും ക്വാളിറ്റിയിൽ സിനിമ കാണുമെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമുള്ളൂ. പൈസയ്ക്കൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 1/2 കിലോ ചാള മേടിക്കുന്ന കാശില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തൃശ്ശൂർക്കാർ
നിങ്ങൾ ഗിരിജ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടാൽ എനിക്കൊരു പുതിയൊരു അനുഭവമാണ്. നല്ല സൗണ്ട് മ്യൂസിക്കും അതുപോലെ തന്നെ നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും പാർക്കിങ്ങിനൊക്കെ വണ്ടിയൊക്കെ മഴ കൊള്ളാണ്ട് സുഖമായിട്ട് വെക്കാം. അത്രയും സൗകര്യങ്ങളും ഒക്കെ ഉള്ളൊരു തിയേറ്ററാണ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടേ? നല്ല നല്ല പടങ്ങൾ വരുമ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ സിനിമ കാണാൻ ശ്രമിക്കുക. ആ ഒരു സുഖം, ആ ഒരു അനുഭവം, ആ ഒരു വൈബ് ഒരിക്കലും നമ്മുടെ ടി വിയിൽ കണ്ടാലോ OTTയിൽ സിനിമ വരുമ്പോൾ കണ്ടാലോ അല്ലെങ്കിൽ മറ്റുള്ള വിനോദ പരിപാടികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയെ പോലെ ഒരു വിനോദ പരിപാടി ഇപ്പോൾ കേരളത്തിലില്ല. നമുക്ക് സ്വസ്ഥമായി കുടുംബത്തിന് പോയിരുന്ന ഒരു സിനിമ കണ്ട് ആസ്വദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭാരിച്ച ചിലവാണത്. ആ ചിലവിലേക്ക് ഇതിപ്പോൾ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സിനിമ കാണാം. ഒരു ഫാമിലിക്ക് സുഖമായി വന്ന് സിനിമ കാണാനുള്ള ഒരു സൗകര്യം ഇപ്പോൾ ഗിരിജയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ അവസരം മുതലെടുക്കുക. ഇനി തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ്. നന്ദി.